നമസ്കാരം. ഈ വീഡിയോയിൽ നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പറയുന്നത്. ഹെൽത്തി മെൻ്റൽ ഡയറ്റ്. നമ്മളെല്ലാം ശരീരത്തിന് ഹെൽത്തി ഫുഡ് കൊടുക്കാറുണ്ട് അല്ലേ? ജങ്ക് ഫുഡ് ഒഴിവാക്കണം, ഹെൽത്തി ഫുഡ് കഴിക്കണം എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ മനസ്സിന് നമ്മൾ ഹെൽത്തി ഡയറ്റ് നൽകാറുണ്ടോ? മനസ്സിനും ഒരു ഹെൽത്തി ഡയറ്റ് വേണം. അതാണ് ഇന്ന് നമ്മൾ കാണുന്നത്. മെൻ്റൽ ഡയറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ചിന്തകളെയും ഇമോഷൻസിനെയും നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ഫീഡ് ചെയ്യുന്ന ഇൻഫർമേഷൻസിനെയും കുറിച്ച് അവെയറായിരിക്കുക എന്നുള്ളതാണ്. അൺഹെൽത്തി മെൻ്റൽ ഡയറ്റിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. എപ്പോഴും നെഗറ്റീവ് ന്യൂസ് കാണുക, എന്നെ ഒന്നിനും കൊള്ളില്ല, എനിക്കൊരു കഴിവുമില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുക, കമ്പയറിങ് വിത്ത് അതേഴ്സ് ഓൺ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയയിലോ മറ്റുള്ളവരുടെ ഫോട്ടോസ് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ട് നമ്മുടെ ജീവിതവുമായി കമ്പയർ ചെയ്യുക. വേറൊരു എക്സാമ്പിൾ, നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള പാസ്റ്റ് മിസ്റ്റേക്സ് ആവർത്തിച്ചോർത്ത് കുറ്റബോധത്തിൽ ജീവിക്കുക. ഇതൊക്കെയാണ് അൺഹെൽത്തി മെൻ്റൽ ഡയറ്റ് എക്സാമ്പിൾസ്. എങ്ങനെയാണോ ജങ്ക് ഫുഡ് നിങ്ങളുടെ ബോഡിക്ക് പ്രശ്നമുണ്ടാക്കുന്നത്, അതേപോലെ ഈ രീതിയിലുള്ള കാര്യങ്ങൾ മെൻ്റൽ ടോക്സിസിറ്റി ഉണ്ടാക്കും. അപ്പം അൺഹെൽത്തി മെൻ്റൽ ഡയറ്റ് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഹെൽത്തി മെൻ്റൽ ഡയറ്റ് എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന കണ്ടൻറ്റ് മാത്രം വായിക്കാനും കേൾക്കാനും ശ്രമിക്കുന്നത്. വേറൊരു എക്സാമ്പിൾ, മോർണിംഗ് ഉണരുമ്പം തന്നെ ഒരു പോസിറ്റീവ് തോട്ട് അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. അതായത് ഇന്നത്തെ ദിവസം നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഞാൻ കൂടുതലും പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കും. ഇങ്ങനെ എന്തെങ്കിലും ഒരു ഉണരുന്ന ടൈമിൽ തന്നെ ഒരു പോസിറ്റീവ് തോട്ട് പറയുക. വേറൊരു എക്സാമ്പിൾ, സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇൻസ്പയറിംഗ് കണ്ടൻറ്റ് മാത്രം കാണുക. മറ്റൊരു എക്സാമ്പിൾ, നിങ്ങളെ സെൽഫ് ടോക്ക് പോസിറ്റീവ് ആക്കുക. നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയുള്ളതാണെന്ന് ശ്രദ്ധിക്കുക. അത് കൂടുതലും നെഗറ്റീവ് തോട്ടാണ് എന്ന് തോന്നിയാൽ ബോധപൂർവം പോസിറ്റീവ് തോട്ട്സാക്കി മാറ്റിയെടുക്കുക. നെഗറ്റീവ് തോട്ട്സ് നിങ്ങളുടെ മെൻ്റൽ എനർജിയെ നശിപ്പിക്കത്തേ ഉള്ളൂ. വേറൊരു ഉദാഹരണം, നിങ്ങളുടെ സമയം നിങ്ങളെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന പോസിറ്റീവായിട്ടുള്ള ആളുകളുടെ കൂടെ ചെലവഴിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ മെൻ്റൽ ഡയറ്റ് ഹെൽത്തി ആക്കാനുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള 3 സ്റ്റെപ്പ് ഡെയിലി റൊട്ടീൻ ഞാൻ പറയാം. സ്റ്റെപ്പ് നമ്പർ 1, നിങ്ങളുടെ ദിവസം ഒരു എംപവറിംഗ് തോട്ട് കൊണ്ട് തുടങ്ങുക. സ്റ്റെപ്പ് നമ്പർ 2, ഡേ ടൈമിൽ നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും ശ്രദ്ധിക്കുക. ഗോസിപ്പ്, ടോക്സിക് കണ്ടൻറ്റ് ഇതെല്ലാം ഒഴിവാക്കണം. നിങ്ങളുടെ മെൻ്റൽ സ്നാക്സ്, അതായത് നിങ്ങൾ എന്ത് കാണുന്നു, കേൾക്കുന്നു, വായിക്കുന്നു, അതിനെക്കുറിച്ചൊക്കെ മൈൻഡ്ഫുള്ളായിരിക്കുക. ലാസ്റ്റ് സ്റ്റെപ്പ് നമ്പർ 3, രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അന്ന് സംഭവിച്ച നല്ലൊരു കാര്യത്തെക്കുറിച്ച് ഓർക്കുക. അത് നിങ്ങളെ മെൻ്റലി കാമാക്കും. ഈ 3 സ്റ്റെപ്സ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ശരീരത്തിൽ കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എത്രയും അവെയർനെസ് കൊടുക്കുന്നു, അതേ അവെയർനെസ് നിങ്ങളുടെ മനസ്സിനും കൊടുക്കും എന്ന് ഡിസിഷൻ എടുക്കുക. അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് മുതൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പോകുന്ന ചിന്തകൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണേ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാം, ഇന്ന് മുതൽ ഞാൻ സെൽഫ് ഡൗട്ട് ചിന്തകൾ ഒഴിവാക്കും. ആ കമൻറ്റ്സ് മറ്റുള്ളവർ കാണുമ്പോൾ അവരും ഇൻസ്പയർഡ് ആവും. അങ്ങനെ നമുക്ക് പോസിറ്റീവ് തോട്ട് സ്പ്രെഡ് ചെയ്യാം. ഇതേപോലെ സിമ്പിൾ സൈക്കോളജിക്കൽ ടോപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾക്ക് കൗൺസിലിംഗ് സർവീസ് ആവശ്യമാണെങ്കിൽ ബുക്ക് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. Thank you for watching. Take care of your mind. Keep your thoughts healthy.